കുറ്റപ്പെടുത്തുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇത് സമ്മതിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ കറക്റ്റ് അതാണ്. ഇവരിനി രോഗം അവൻ വലിയ പ്രശ്നമാകുന്ന തെറ്റ് ചെയ്താലും, അവരുടെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചാലും ഭാര്യമാർ തിരിച്ചറിയണം, അവരെ ആ സമയത്ത് ആ ക്രൈസിസിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ പോട്ടെ. ഇതാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണം പറയാം, 1,00,000 രൂപ കൊണ്ടിട്ട് എവിടെങ്കിലും കൊണ്ടിട്ട് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ട് പോയി അതിന്റെ ഭാരത്തിൽ ഇരിക്കുക. നമ്മളത് ആരോടും പറഞ്ഞില്ല. ടെൻഷൻ എങ്ങനെങ്കിലും ഇത് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത് വന്നിരുന്നിട്ട് എങ്ങനെ ഇതുവഴിയോ സംഭവം അറിഞ്ഞിട്ട് ഒന്നാമത് പോയതിന്റെ നഷ്ടം, അതിന്റെ മാനസികമായ ഭാരം, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ചെന്നിട്ട് പറയുക, എനിക്കറിയാം നിങ്ങൾക്ക് ഇതേ വരും, എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത്. ചിലർ പറഞ്ഞു കൊടുക്കാൻ മാസ്റ്റർ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മുഖഭാവ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്കറിയാം, നിങ്ങളോട് പറഞ്ഞു കൊടുക്കാം. എന്റെ സഹോദരിമാരെ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ആ സമയത്ത് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് മാത്രമായിരിക്കും സ്നേഹം. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ്. നിങ്ങളുടെ എവിൻ പാസ്റ്ററൊക്കെ അറിയാം. എൻ്റെ ശുശ്രൂഷയിൽ ഞാനൊരു വലിയ ക്രൈസിസിലൂടെ കടന്നുപോയപ്പോൾ പ്രസ്ഥാനം എനിക്കെതിരായി, സഭക്കാർ എനിക്കെതിരായി, ഞാൻ കടന്നുപോയ സാഹചര്യം മുഴുവനും എനിക്കെതിരായി. പക്ഷേ ആ സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നലത്തെ പോലെ എൻ്റെ ഹൃദയത്തിന് ചെവിക്കാതെ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല, ഞാൻ അച്ഛൻ്റെ കൂടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രസ്ഥാനം എനിക്കെതിരായി വന്നിട്ട്, എൻ്റെ ചുറ്റുപാടും എനിക്കെതിരായി വന്നിട്ട്, എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എനിക്കെതിരായി വന്നപ്പോഴും എന്നെ ബലപ്പെടുത്തി എന്താണെന്നറിയാമോ? എൻ്റെ ഭാര്യയുടെ വാക്ക്. ആ ഒരൊറ്റ വാക്കിന്റെ പുറത്താ ഞാൻ എടുത്ത കാലത്ത് വെക്കുന്നത്. നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടാകാം, ഒത്തിരി സഹോദരങ്ങളുണ്ടാകാം, ആരൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആ വിഷമഘട്ടത്തിലെ ആ വാക്കുണ്ടല്ലോ, അത് ഏറ്റവും വലിയ വാക്കാണ്, നമ്മളെ ബലപ്പെടുത്തുന്ന വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഒന്ന് കൂട്ടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും സുഖകരമായിട്ട് ഹൈവേ കൂടെ വണ്ടി പോകുന്നത് പോലെ പോകാൻ പറ്റും. ഇതിപ്പം അവിടെ ഇവിടെ തട്ടിയും മുട്ടിയൊക്കെയാ പോകുന്നത്. ഞാൻ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല, സമൃദ്ധിയായ ഒരു ജീവിതമാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകാനല്ല, സമൃദ്ധിയായ ഒരു ജീവൻ നൽകാനാണ് കർത്താവ് വന്നത്. അപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് പരസ്പരം അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ കുറവാണെന്ന്, ഭാര്യയോട് ഭർത്താവിനോട് കമ്മ്യൂണിക്കേഷൻ കുറവാണെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മേഖല ഒന്ന് നിങ്ങൾ റീഫ്രഷ് ചെയ്യണം. ഇടയ്ക്കൊന്ന് വിളിച്ച് അന്വേഷിക്കണം, ഇടയ്ക്ക് മിസ്സി ഒന്ന് അയക്കണം. ഇത് നമ്മൾ വേറെ ആർക്കാർക്ക് വേണ്ടി അയക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് മേഖലയാണ്, ഏറ്റവും
കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമേ. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസക്കുറവ് ജീവിതത്തിലുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിശ്വാസക്കുറവുണ്ടാകും. എങ്ങനെയെന്നറിയാമോ? രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, റിയാലിറ്റി അറിയുന്നില്ല, ചിലത് ഊഹാപോഹങ്ങളോട് പോകും. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ എന്നെ വിളിച്ചു, വൈകുന്നേരം വിളിച്ചു. പാസ്റ്റർ അടിയന്തരമായിട്ട് ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ വരണം. ഞാൻ അവിടെ ഏതാണ്ട് ആ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ മരണം സംബന്ധിച്ചുള്ള എന്ന വിഷയമാണ്. പല വിഷയങ്ങളുണ്ടല്ലോ. ഞാൻ എമർജൻസി ലൈറ്റൊക്കെ ഇട്ടാ ഓടി ചെന്നപ്പോൾ അച്ഛൻ പത്രം വായിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നു, ഫ്രണ്ട് ഇരിക്കുന്നു. ഞാൻ നേരം നമ്മുടെ കാലത്തെ ടെൻഷൻ അടി, ഇതെന്തോ ആ സംഭവം നമുക്ക് അറിയത്തില്ലല്ലോ. ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം എന്തോ നടക്കണമെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മാമ്മ അകത്ത് അടുക്കളയിൽ ഇരുന്ന് ചോറ് കഴിക്കുന്നു. ഞാൻ ഇവിടെ ആർക്കാ പ്രശ്നം? പാസ്റ്റർ നമ്മളോട് പോയി ചോദിക്കും എന്തോ പ്രശ്നമെന്ന് പോയി. ഞാൻ ചെന്നപ്പോൾ അവിടെ എന്തോ അമ്മയോട് വിഷയം. അച്ഛൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? 68ഓളം വയസ്സുണ്ട്. അമ്മയ്ക്ക് 65ഓളം വയസ്സ്. മൂത്ത മോൻ്റെ കൊച്ചിന് അന്നേരം +2 പഠിക്കുന്നു. കൊച്ചുമോൻ +2 പഠിക്കുന്നു. അപ്പൊ അത്ര ഏജ്ഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവര് തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പക്ഷേ ഭയങ്കര സംശയമാണ്, വിശ്വാസപ്പാടാണ്. എന്താണെന്നറിയാമോ? ഞാൻ ചെന്നപ്പോൾ പാസ്റ്റർ എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ അച്ചായം കൊണ്ടുവന്ന് പുറവശത്തെ അമ്മ ഈ കഥ എന്നെ കാണിച്ചു. അച്ഛാ 3 ഓടാമ്പലിട്ടിരിക്കുക, ഇങ്ങനെ ഒന്ന് ഏറ്റവും താഴെ 3 ഓടാമ്പലിന്റെ ഇവിടെ പൂട്ടുണ്ട്. ആ 3നും പൂട്ടിട്ടുണ്ട്. ചെറിയ പൂട്ടൊന്നുമല്ല, പാണ്ടിപ്പൂട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് പാണ്ടിപ്പൂട്ട്? വലിയ പൂട്ട് പൂട്ടിയിട്ട് അമ്മാമ്മയുടെ അരയിൽ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ചായൻ കാണിച്ചു, പക്ഷെ ആ ജനലൊന്ന് നോക്ക്. ജനല് പുറത്ത് നിന്ന് പട്ടയിൽ അടിച്ചു വെച്ചേക്കാം, ജനല് തുറക്കാതിരിക്കും. എന്നിട്ട് പകുതി സിങ്കിന്റെ അവിടുത്തെ ആ ടാപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അത് ഒരാളെ കൊണ്ട് പൂട്ടി വെച്ചിരിക്കുക, MC വെച്ച് പൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അടുക്കളയിൽ എന്നെ കാണിക്കും, പക്ഷെ ഈ അടുക്കളയിൽ എന്തെങ്കിലും ഭരണിയോ എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടോ? ഞാൻ നോക്കിയപ്പോ ശൂന്യമായി കിടക്കുന്നു. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? അതെന്നെ കൈക്ക് പിടിച്ചോണ്ട് പോയി. അമ്മാമ്മയുടെ മുറി കണ്ടു നോക്കി. ഞാൻ നോക്കിയപ്പോ അമ്മാമ്മയുടെ മുറി അടുക്കളയായിട്ടിരിക്കുന്നു. മുളകുപൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടികളും എവിടെ ഇരിക്കുന്നു അറിയാമോ? അമ്മാമ്മയുടെ മുറി ഇരിക്കും. ഞാൻ ചോദിച്ചു, അമ്മാമ്മ ഇവിടെ 2 വെപ്പുമല്ലോ ആണോ? അല്ല വാസേ, വെപ്പൊന്നേ ഉള്ളൂ. പക്ഷേ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അപ്പുറത്തെ വീട്ടിലെ അവർക്ക് ഇത് മുഴുവനും എടുത്തു കൊടുക്കുക. ഏതാ വെടിവെച്ച പുകയെന്ന് പറയുന്ന അച്ഛൻ എഴുന്നേറ്റ് നിന്ന് ഒരാൾ താങ്ങി പിടിച്ചില്ലെങ്കിൽ വീഴുന്ന അച്ഛൻ. വീടിന്റെ തൊട്ടപ്പുറത്ത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ആ വീട്ടിലുള്ളവർക്ക് ഈ ടാപ്പിൽ കൂടെ വെള്ളം ഓസിട്ട് ജനലിന്റെ ഇടയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന ഗോതമ്പ് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം അച്ഛൻ അവർക്ക് കൊടുക്കുന്നു. ആരെ കുറിച്ചാണ് പറയുന്നത് അറിയാമോ? 68 വയസ്സ് 67 വയസ്സുള്ള ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു ചെവി കേൾക്കത്തില്ല. 500 പ്രാവശ്യം വിളിച്ചെങ്കിൽ അച്ഛനെ കേൾക്കത്തില്ല. ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാ, ഞാൻ പെട്ടില്ലയോ? എന്തോ ചെയ്യാലോ? ദൈവമക്കളോട് ഒരു കാര്യമാണ് എന്നെ കേൾക്കുന്നവർ, നിങ്ങൾക്ക് സംശയരോഗമുണ്ടെങ്കിൽ അടിയന്തരമായി നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് നിങ്ങൾ അതിനുള്ള മെഡിസിൻ എടുക്കണം. പ്രാർത്ഥിച്ച് കുറവാക്കാൻ നിൽക്കരുത്. ഇല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം എഴുതണം. മാനസിക നില തെറ്റിയവരെ അത്തരത്തിൽ സഹായിക്കണം. സംശയം ഒരു രോഗമാണ്. ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാതെ ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ബന്ധനമുള്ള വിഷയം പ്രാർത്ഥിച്ചാൽ മാറും.
ഇവര് തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു തുറന്നു പറച്ചിലില്ല, ഒരുമിച്ചിന് പോക്കില്ല, ഒരുമിച്ച് കിടക്കത്തില്ല, 2 മുറിയിലാണ് കിടക്കുന്നത്. അന്യരെ പോലെ വീട്ടിൽ കഴിയുന്നത്. എങ്ങനെ സംശയം കൂടാതിരിക്കും? നിങ്ങൾ കണ്ണിന് കണ്ണിന് നോക്കിപ്പോയാൽ യുദ്ധമാണ് വീടിനകത്ത്. ഇന്ത്യ പാക് അതിർത്തിയിലില്ല ഇത്ര യുദ്ധം. ഞാൻ എപ്പോഴും ഈ അച്ഛനെ ഓർത്തത് പലപ്പോഴും സ്തോത്രം ചെയ്യാറുണ്ട്. ദൈവമായിട്ട് ഈ മനുഷ്യന്റെ ഒരു ചെവി അടച്ചത്. കാരണം നമ്മ സമയമൊന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഉൽപ്പത്തി തൊട്ട് വെളുപ്പാട് വരെ പ്രാർത്ഥിക്കും. എന്നെ, എന്റെ കൊച്ചിനെയും, എന്റെ കൊച്ചിന്റെ 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 കൊച്ചിനെയും അപ്പോസ്തലന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ആ ദേശത്ത് ആരൊക്കെയോട് സമയത്ത് നമുക്ക് പ്രാർത്ഥന അവൻ തുടങ്ങാൻ തീർക്കാൻ പറ്റുന്ന അമ്മാവൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് ഞാൻ ആർക്ക് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച തുടങ്ങും. കാരണം അമ്മാവൻ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പ്രാർത്ഥന നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കണ്ടീഷനാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെവൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. 2, ഈ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം സംശയങ്ങൾക്കുള്ള പ്രശ്നമുണ്ടാകും. ഇത് കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പേരന്റ് കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കൂടെ പറയുന്നത്. ഇത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട് കുട്ടികളും എന്താവുന്നില്ല, കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പുറം രാജ്യങ്ങളിൽ, അതായത് UK നിന്നോ ഇല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ GCC രാജ്യങ്ങളിൽ നിന്നോ GCC രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ വരുന്ന അപ്പൊ കുഞ്ഞുങ്ങൾ അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒട്ടുമിക്ക നാട്ടിലെ പല കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ സമയം 2 വയസ്സാണെങ്കിൽ 3 വയസ്സാണെങ്കിൽ അവർ സംസാരിക്കുന്നില്ല. എന്താ റീസൺ എന്നറിയാമോ? ഭാര്യ രാവിലെ ജോലിക്ക് പോകും, എന്നിട്ട് തൊട്ടടുത്ത നിമിഷം ഭർത്താവ് എൻ്റെ കൈ കൊടുത്തിട്ട് പോകും. വളരെ ഭർത്താവ് വരുമ്പോൾ ഭാര്യവും, ഭാര്യ വരുമ്പോൾ ഭർത്താവും. ഈ കുഞ്ഞിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ, ഈ കുഞ്ഞിനെ കൊണ്ട് നാട്ടിൽ വരിക. പിന്നെ ബിലീവേഴ്സിന് അവിടെ ഇവിടെയൊക്കെ പോയി തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സ്പീച്ച് തെറാപ്പി, അപ്പൊ ആ മേഖല വളരെ സജീവമാണ്. ഭാര്യ ഭർത്താവ് കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട്, ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖല കുഞ്ഞുങ്ങളുടെ മേഖലയാണ്. അവിടെ ഭാവി തകർക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭാര്യ ഭർത്താവ് വീട്ടിലെങ്കിൽ അവിടെ മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാത്തിനും പ്രശ്നം ഉണ്ടാകും. ഞാൻ പറയും അത് സഭയെ ബാധിക്കും. കാരണം സഭ എന്ന് പറയുന്നത് ഒരു കുടുംബം ചെയ്യുന്നതാണ്. ഞാൻ ശുശ്രൂഷകനായതുകൊണ്ട്, ഒരു ആത്മീയ ശുശ്രൂഷകനായതുകൊണ്ട് പറയുക, അതിന്റെ പിറകിൽ ഒരു വല്ലാത്ത സ്പിരിറ്റുണ്ട്. അതിനെ നമ്മൾ ജയിക്കണം. ഒരു ആത്മീയ അർത്ഥമോടെ ഞാൻ പറയാം, ഭാര്യയും ഭർത്താവും കൂടെ കൈപിടിച്ച് ഏത് വിഷയത്തിന് ലോകത്തെ കീഴ്മുതൽ പറഞ്ഞ നിങ്ങൾ നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ മുട്ടുമടക്കി കൈ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് പെട്ടെന്ന് ഡെലിവറൻസ് നടക്കും. പെട്ടെന്ന് അതിന് മറുപടി വരും. കാരണം ഈ സിസ്റ്റം സ്ഥാപിച്ച ദൈവമായതുകൊണ്ട്, ഭാര്യയെ ഭർത്താവിനോട് യോജിച്ചു ചേർച്ച ദൈവമായതുകൊണ്ട്, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സഭ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എഫക്റ്റ് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇതറിയാവുന്ന വിശാൽ എന്തെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഒന്നുമല്ലേ അങ്ങനെ ഫോണെങ്കിലും വരും. പലപ്പോഴും ഈഗോ ക്ലാഷുകൾ അടിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് സാരമായി ബാധിക്കും. ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും
ആ വിഷയത്തോടനുബന്ധിച്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് എന്നോട് ഫാസ്റ്റ് ഇന്ന കാര്യം ഇതുകൂടെ ക്ലാരിറ്റി ചെയ്ത് പറയണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ്. ഞാനിങ്ങനെ ചുമ്മാ കുറെ തിയറി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഉണ്ടോ? ഇഷ്ടമുണ്ടോ? എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? അച്ഛനോടുണ്ടോ? അതാണ് ചോദിക്കാതെ അവരെ കണ്ണടച്ചേക്കുക. കണ്ണടച്ചേരി അവർക്ക് എന്തെങ്കിലും ചോദിക്കാറില്ല, തിരിച്ചു വളരെ. അതോ ആരെങ്കിലും പറഞ്ഞു ഇന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു പോയത് എന്നിട്ട് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞേ? അല്ലല്ലോ. അല്ല, ചേട്ടാ ചിരിക്കുന്നത് അല്ല, സെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഫ്രീ ആയിട്ട് വന്നേക്കും. എന്തും റിസീവ് ചെയ്യാനുള്ള മെന്റാലിറ്റിയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മുടെ ആശയവിനിമയ കുറവ് നമ്മളെ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഈ പുരുഷന്മാരുടെ ഓർമ്മശക്തിയും സ്ത്രീകളുടെ ഓർമ്മശക്തിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എപ്പോഴാന്ന് പറയുമ്പോൾ, നിങ്ങൾ വഴക്ക് കൂടുമ്പോൾ, പരസ്പരം സംസാരിക്കുമ്പോൾ, ഇച്ചിരി ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ 1986 രാവിലെ 10 മണിക്ക് നടന്ന കാര്യം പറയും. പറഞ്ഞില്ലേ? എല്ലാ അന്നിട്ട് ഉടുപ്പിന്റെ കളർ വരെ പറയും. അച്ഛാ വെഡിങ് ആനിവേഴ്സറി എന്നാന്ന് ചോദിച്ചാ അത് 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 കൊച്ചിന്റെ ബർത്ത്ഡേ എന്താന്ന് ചോദിച്ചാൽ അത് അത്ര ബലഹീനരായത്. എന്നാൽ ഇവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ഡേറ്റ് ആൻഡ് ടൈം, കളർ അവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഉദാഹരണം പറയാം, ഭാര്യയും ഭർത്താവോട് ഒരുമിച്ച് ഡ്രൈവിങ്ങിന് പോവുക. ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വന്നു. സ്ഥലത്ത് ഇവിടുന്ന് ചെന്നൈ സിറ്റിയിലോട്ട്, ചെന്നൈ മെട്രോ സിറ്റിയിലോട്ട് പോയി. ഓക്കെ, സെൻട്രലിലോട്ട് പോയി. ഓക്കെ, ഈ നുങ്ങമ്പാക്കത്തിൽ നിന്ന് സെൻട്രലിലോട്ട് പോയി. അപ്പൊ ഭാര്യ ലെഫ്റ്റിലിരിപ്പോണ്ട്, ഭർത്താവാണ് വണ്ടി ഓടിക്കുന്നത്, മക്കൾ പുറകിലിരിക്കും. അങ്ങനെ വളരെ ബഹുദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ കടകളിൽ ഇങ്ങനെ സാരികളും ഒക്കെ തൂക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കാറുണ്ട്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പൊക്കോണ്ടിരിക്കുമ്പോൾ കാണും ഈ സഹോദരി ഇതെല്ലാം കാണും. ഇതെല്ലാം അന്നേരം എന്തെന്നറിയാമോ റിസീവ് ചെയ്യും. എന്നിട്ട് മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് വണ്ടി നിർത്തി പോർച്ചിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പറയുന്നൊരു മനസ്സിലുണ്ട്, ആ നുങ്ങം ഭാഗത്ത് റൈറ്റിലോട്ട് ഇറങ്ങി ലെഫ്റ്റിലോട്ട് ഇറങ്ങുന്ന ഒരു കടയുണ്ട്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന രണ്ടാമത്തെ ആ നൈറ്റി ഉള്ളത് അടിപൊളി നൈറ്റിയാണ്. നുങ്കമ്പക്ക എവിടാ, റൈറ്റ് എവിടാ, ലെഫ്റ്റ് എവിടാന്ന് നമുക്ക് അന്നേരം അറിയത്തില്ല. നമ്മുടെ മുമ്പേ വന്ന വഴിയിൽ കൂടെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ ഇതൊന്നും ഓർത്തിരിക്കാൻ ഉള്ള കാലിബർ ആർക്കില്ലെന്നറിയാമോ? ശ്രദ്ധിച്ചിട്ട് വേണം, ഇതൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം വിവാഹത്തിലോട്ട് പോകാൻ. അപ്പോ നമ്മുടെ ബലഹീനതയും ഇവരുടെ ബലവും, നോക്കിക്കേ, ഇവരുടെ ബലഹീനതയും നമ്മുടെ ബലവും നോക്കിക്കേ. ഇവർക്ക് ഞാൻ പല കാര്യങ്ങളും എന്തിനാ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ എന്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് സ്നേഹം തോന്നുന്നുണ്ട്. എന്റെ ഭർത്താവ് ഇത്രയും ഇതാണ് ഇത്ര കിടന്ന് മസിൽ പിടിച്ചത്, ഇതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് നമുക്ക് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചിന്ത വ്യത്യസ്തമാണ്, അവരുടെ വികാരങ്ങൾ വ്യത്യസ്തമാണ്, ഭാഷകൾ തമ്മിൽ വ്യത്യസ്തമാണ്, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഈ തീരുമാനം എടുക്കുന്നതും നോക്കിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന വ്യത്യാസം ഞാൻ മനസ്സിലാക്കാം. ഉദാഹരണം പറയാം, തുണിക്കടയിൽ പോയി, തുണിക്കട പോകാറുണ്ടോ? ഒരു ചോദ്യം, സിമ്പിൾ ഒരു ചോദ്യം, എത്ര മിനിറ്റ് കൊണ്ട് ഒരു ഷർട്ട് തിരഞ്ഞെടുക്കും? ഒരു ചോദ്യം, ഒരു ചുരിദാർ, ഈ ചുരിദാർ തിരഞ്ഞെടുക്കാൻ എത്ര സമയം എടുക്കും? 1
മണിക്കൂർ മതിയോ? ഞാൻ 2 മണിക്കൂർ എങ്കിലും പറഞ്ഞെടുക്കുന്നുണ്ട്. കറക്റ്റാ. നോക്കിക്കേ, അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് നോക്കിക്കേ, തീരുമാനങ്ങളൊക്കെ സഹോദരന്മാരെ കൊണ്ട്